ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകം നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് മകം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. മകം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പ്രവർത്തന മേഖലയിലൊക്കെ പുരോഗതി ദൃശ്യമാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ആകുല ചിന്തകളൊക്കെ മനസ്സ് സദാ കലുഷിതമാക്കും, അല്ലെങ്കിൽ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. കുടുംബജീവിതമൊക്കെ സന്തോഷകരമായി മാറുന്നതാണ്. ദമ്പതിഭാവമൊക്കെ ഗുണകരമാണ്. ദമ്പതിഭാവങ്ങൾ കുറേ നാളായിട്ട് ദീർഘനാളായിട്ട് വേർപിരിഞ്ഞു കഴിഞ്ഞവരൊക്കെ ഒന്നിച്ച് കൂടി ജീവിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളൊക്കെ നീരസത്തോടു കൂടി പെരുമാറുന്നൊരവസ്ഥ ഉണ്ടായി വരുന്നൊരു സമയമാണ്. സുഹൃത്ബന്ധം മാത്രം നല്ലതല്ല, നിങ്ങൾ മേലധികാരികളുടെ അപ്രീതി സമ്പാദിക്കാനുള്ള സാഹചര്യവും കാണുന്നുണ്ട് ഈ മാസങ്ങളിൽ. അതുകൊണ്ട് ജോലി സ്ഥലത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ജോലിയിലൊക്കെ കൃത്യത ഉണ്ടാകുന്നതും നല്ലതായിരിക്കും. ദൂരയാത്രകൾക്ക് അനുകൂലമായ സമയമല്ല. ദൂരയാത്രകൾ കഴിയാവുന്നതും ഈ 2 മാസങ്ങളിൽ ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ഏത് പ്രശ്നത്തിലകപ്പെട്ടാലും പരിഹാര മാർഗങ്ങൾ കണ്ടുപിടിച്ച് അതിൽ നിന്ന് രക്ഷ നേടാനുള്ളൊരു സാഹചര്യം ഉണ്ടായി വരുന്നതാണ്. നിങ്ങളുടെ ആത്മബലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഈശ്വര ചിന്ത കൂടുന്ന സമയമാണ്. ഈശ്വര ദർശനം, ഈ ക്ഷേത്ര ദർശനമൊക്കെ, പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. ചതിയിൽപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ ചെറിയ ചതി അല്ലെങ്കിൽ കളിപ്പീരിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഉന്നത വ്യക്തികളുമായിട്ടൊക്കെ ദൃഢബന്ധങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം. വീട് മാറി താമസിക്കേണ്ട സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. ദൂരദേശത്ത് തൊഴിൽ യോഗം നിങ്ങൾക്കുണ്ടാവുന്നൊരു സമയമാണ്. കർമ്മരംഗത്ത് കൂടുതൽ പരീക്ഷണങ്ങളെയൊക്കെ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ജോലി സ്ഥലത്തൊക്കെ പുതിയ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നത് പുതിയ പുതിയ പരീക്ഷണങ്ങളായിട്ട് മാറുന്നതാണ്. നിങ്ങളുടെ കർമ്മകുശലത പ്രകടിപ്പിക്കേണ്ട അവസരങ്ങൾ ജോലിയിൽ വന്ന് പെടുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. സന്താനഭാവം അത്ര നല്ലതല്ല. സന്താനം മുഖാന്തരം ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ചെറിയ ചെറിയ പരിക്കുകൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 2 വീലറൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോടൊക്കെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കഴിയാവുന്നതും ആ സമയത്ത് ഇവരെ യാത്ര ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കേണ്ടതാണ്. നിങ്ങൾക്ക് തൊഴിലൊക്കെ ഈശ്വരാനുഗ്രഹം കൂടുന്ന സമയമാണ്. ഭയങ്കര ബാലികേറാമല പോലെ തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അവസാനമൊക്കെ അത് അനായാസം കീഴ്പ്പെടുത്താൻ സാധിക്കുന്നതാണ്. നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. ജോലിയിൽ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അനുകൂലമാണ്. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, മേലധികാരിയുടെ ഒരു പ്രീതി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഏതൊരു കാര്യവും ജോലിയിൽ ആത്മാർത്ഥതയോടുകൂടി കർമ്മകുശലോടുകൂടി വ്യക്തമായ മാനസാന്നിധ്യത്തോടുകൂടി ചെയ്യുക. വലിച്ചു വാരിയൊക്കെ ചെയ്ത് അവരുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരരുത്. ബന്ധുമിത്രാദികളുടെ നീരസമായ പെരുമാറ്റം മനോവിഷമത്തിന് ഇടയാക്കുന്നതാണ്. നിങ്ങൾ ചതിയിൽപ്പെടാനുള്ള യോഗം എടുത്തു പറയുന്നു. ചതിയിൽപ്പെടാനുള്ള യോഗമുള്ളതുകൊണ്ട് ചെക്കുകളിലോ ബോണ്ടുകളിലോ ഒന്നും അങ്ങനെ ഒപ്പിട്ട് കൊടുക്കരുത് ആർക്കും. കർമ്മരംഗത്തെ ഉയർച്ച ധനലാഭമൊക്കെ ഉള്ള സമയമാണ്. വ്യാപാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അധ്യാപകർക്കൊക്കെ കാലം അനുകൂലമാണ്. ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ടൊക്കെ ഉള്ള സമയം തന്നെയാണ്. ചില അപകടങ്ങളിലൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഗൃഹദോഷമൊക്കെ ഉള്ളതൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്ന സമയമാണ്. എന്നാൽ നിങ്ങളുടെ മാതാവിൻ്റെ സ്വത്തിനെ ചൊല്ലി, കുടുംബ സ്വത്തിനെയൊക്കെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സമയമുണ്ട്. അത് കോടതി വ്യവഹാരങ്ങളിലൊക്കെ, കോടതി കേസുകളൊക്കെ ചെന്നുപെടാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്ന മകനക്ഷത്രക്കാർക്ക് കാലം അനുകൂലമല്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ ഓരോ ബിസിനസ്സും വൻ നഷ്ടത്തിലേക്കാണ് കാണുന്നത്. അതുകൊണ്ട് ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുമ്പോൾ 1000 വട്ടം ആലോചിച്ചിട്ടും മാത്രം ബിസിനസ്സിൽ ഓരോ ഷെയറൊക്കെ വാങ്ങുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് നല്ലത്. പൊതുവെ കാലം ചിലർക്കൊക്കെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അനുകൂലമാണ്. എന്നാൽ ചിലർക്കൊക്കെ അത്ര
ശുഭകരമല്ല താനും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് നിങ്ങൾ ബുധനാഴ്ചയിലോ വ്യാഴാഴ്ചയിലോ ഒക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിൽ ദർശനം നടത്തുക. ശ്രീകൃഷ്ണ സോമേശ്വര ക്ഷേത്രത്തിൽ ദർശിച്ചിട്ട് പ്രണവഗായത്രി മന്ത്രം കൊണ്ട് അർച്ചന 21 12 കഴിക്കുന്നത് നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ശുഭകരമാകാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ശനിയാഴ്ചകളിലെ ശിവക്ഷേത്ര ദർശനം നിങ്ങൾക്ക് നിർബന്ധമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കൂവൽമാലയോ പുറകിൽ വിളക്കോ അല്ലെങ്കിൽ വില്വത്ര മന്ത്രം കൊണ്ട് അർച്ചനയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്നതാണ്. ദോഷത്തിൻ്റെ കാഠിന്യം കുറക്കാൻ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവത് കാരുണ്യത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.